വയനാട് ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായി. വളർത്തുനായെ പുലി ആക്രമിച്ചു. നേരത്തെയും ഈ പ്രദേശത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ആഷിഖുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, എന്താണ് വിവരങ്ങൾ? സേതു, ചീരാൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതാണ്. പുലിയുടെ ആക്രമണം വലിയ രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നേരത്തെ തന്നെ ഒരു പുലിയെ കൂട് വെച്ച് തന്നെ പിടികൂടിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ പുലികൾ ഉണ്ടെന്ന നാട്ടുകാരടക്കം പരാതിപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും ഇന്നലെ രാത്രിയോട് കൂടി അവിടെ കുറ്റിപ്പുറം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വളർത്തുനായെ പുലി ആക്രമിച്ചത്. കാര്യമായ പരിക്കില്ലെങ്കിൽ പോലും ഈ ഇത്തരത്തിൽ വളർത്തുനായെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് വീട്ടുകാർ ലൈറ്റ് ഇട്ട സമയത്ത് ഈ പുലി ഓടിപ്പോടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി ഇതൊരു പുലിയാണെന്നൊരു കാര്യം സ്ഥിരീകരണം ഏകദേശമായിട്ടുണ്ട്. എന്തായാലും ഈ ചീരാൽ വലിയ രീതിയിൽ പുലിശല്യമുള്ള സ്ഥലമാണ്. അത് നേരത്തെ തന്നെ വളർത്തുമൃഗങ്ങൾ ഈ കാട്ടുപോത്തിനെയും പശുക്കളെയും ആടിനെയും എല്ലാം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും വലിയ രീതിയിൽ ആ പ്രദേശത്ത് ഭീതി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അത് നേരത്തെ തന്നെ ഒരു പുലിയെ പിടികൂടുകയും ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ട് ആളുകൾ ഭീതി ഒഴിഞ്ഞു എന്ന് നോക്കുന്ന സമയത്താണ് വീണ്ടും ഈ മറ്റൊരു പുലി എത്തുകയും അവിടെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാർക്കടക്കം ആശങ്ക വർദ്ധിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി ഈ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ വീടിന് സമീപത്തായി ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടിൽ ഈ പുലി അകപ്പെട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ പുലിയുടെ സാന്നിധ്യം കൂടി പരിശോധിച്ച് കൂടുതൽ ക്യാമറകളും അതുപോലെ തന്നെ കൂട് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സേതു.